യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട്. എന്താ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക? നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പന്റ് ചെയ്യണം, അല്ലേ? മാനസാന്തരപ്പെടണം. ഇത് ആരുടെ വാക്കാണ്? ആര് പറഞ്ഞ വാക്കാ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കാണ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ് നോക്കി അറിയാം. മാനസാന്തരത്തെ കുറിച്ചാണ് പഠിപ്പിച്ചത്. യേശു ക്രിസ്തുവും ഈ മാനസാന്തരത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മർക്കോസ് 1:15 ഒന്ന് വായിക്കാം. മർക്കോസ് 1-ാം അധ്യായം 15-ാം വാക്യം. മർക്കോസ് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. കേട്ടോ, മാനസാന്തരപ്പെട്ടിൽ എന്ത് സംഭവിക്കുന്നൊക്കെ ഉള്ള വിഷയങ്ങൾ യോഹന്നാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി തമ്പുരാൻ അവതരിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? സുവിശേഷത്തിൽ വിശ്വസിപ്പി. സുവിശേഷം വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. എന്താ ഈ മാനസാന്തരം? വിവിധ പെന്തക്കോസ്ത് സഭകളായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രൈസ്തവ സംവിധാനങ്ങളായിക്കോട്ടെ, അതിന്റെ മതമേലധ്യക്ഷന്മാരായിക്കോട്ടെ, അവരൊക്കെ പറയുന്നൊരു വാക്കാണ് മാനസാന്തരപ്പെടണം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് ടോട്ടലി അസ്വസ്ഥരാകുകയും പിന്നെ ഇപ്പൊ അടിച്ചു പിടിച്ചിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്ന നടക്കുന്ന കാര്യമല്ല, അല്ലേ? ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടെ കൊണ്ട് പോട്ടെ, കുറച്ചുകൂടെ ഒന്ന് വയ്യാതാകട്ടെ, അന്നേരം നമുക്ക് ചിന്തിക്കാം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എണ്ണിച്ച് നടക്കാറാകുമ്പോൾ, നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കുഞ്ഞെ, നീ നാളെ ഉണ്ടാകുമോ എന്നുള്ളതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. നാളെ എന്തെന്ന് അറിയാൻ വയ്യാത്ത ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, നീ മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. മാനസാന്തരം എന്ന പദത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു മൈൻഡ്. ഇത് എന്തുമായി കണക്റ്റഡ് ആണ്? മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് മാനസാന്തരം. മാനസാന്തരം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ, അതിന്റെ നിർവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. മനസ്സിനുണ്ടാകുന്ന ചേഞ്ചാണ് മാനസാന്തരം. മനസ്സിന് ചേഞ്ചസ് ഉണ്ടാകാതെ പുറമേ ഔട്ടറിന് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അത് മാനസാന്തരമല്ല. ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ. പുറമേ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് വെള്ള ഉടുപ്പാണ്. ഈ വെള്ള ഉടുപ്പ് ഇട്ട ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായി എന്നതിന്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റുപ്പിഡിറ്റിയാണ്, അത് വലിയൊരു ബ്ലണ്ടറാണ്. മനസ്സിലാകുന്നല്ലോ? ഈ വെള്ളയുടുപ്പിലല്ല പ്രസക്തി എന്റെ ഹൃദയത്തിലാണ്, എന്റെ മനസ്സിനാണ്. മനസ്സിന് ചേഞ്ചസ് ഇല്ലാതെ ഞാൻ ഇതെടുത്ത് പുറത്തിട്ട് ഇത് നടക്കുമ്പോൾ മാനസാന്തരപ്പെട്ടെന്ന് പറയുമ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നത് ഒരു ജനത്തെ കബളിപ്പിക്കുകയാണ്, ഒരു സമൂഹത്തെ പറ്റിക്കുകയാണ്. ഇത് എന്തിനോട് സമം എന്നറിയാമോ? വെള്ളം തേച്ച ശവക്കല്ലതയ്ക്ക് തുല്യം, പരീക്ഷ പ്രമാണത്വത്തിന് തുല്യം. യേശു കർത്താവ് പറഞ്ഞു, ഇത് വെള്ളം തേച്ച ശവക്കല്ലറകളാണ്. ഇവർ പുറമേ ഉള്ള തങ്ങളുടെ കിണ്ടികിണ്ടങ്ങളുടെ പുറമേ ഉള്ള അതിനെ എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കി വെക്കുക. പക്ഷെ അവരുടെ അകം എന്താണ്? ശവക്കല്ലറയ്ക്കാണ് അകം എന്താണോ അതാ അവരുടെ അകം. അവർ പുറമേ ഉള്ള വസ്തുക്കളെ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ഒന്ന് കുളിച്ചു, സ്വതന്ത്രം ഒന്ന് കുളിച്ച് സെറ്റായി, ഇച്ചിരന്ന് വിയർത്തു. ചർച്ചിൽ പോട്ട വിയർത്തല്ല, പോയി ഒന്നുകൂടി കുളിച്ചു. 5-6 നീ കുളിച്ചാലും കേട്ടോ, ശ്രദ്ധിച്ചു വരുന്നത് 5-6 കുളി നടത്തിയാലും മാനസാന്തരപ്പെടാതെ നിനക്ക് ജീവിതത്തിൽ ഒന്നും സാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുളിക്കലും തളിക്കലും ഒക്കെ മാനസാന്തരത്തിന്റെ അടയാളമായി ചിന്തിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയം ചേഞ്ച് ആകാതെ നീ എന്തോ കർമ്മം ചെയ്താലും അതിനകം ഒരു അടിസ്ഥാനമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകാതെ, നിന്റെ മനസ്സിന് മാറ്റം ഉണ്ടാകാതെ നീ പുറമെ കാണിക്കുന്ന എന്ത് കാണിച്ചാലും ഒരു അർത്ഥവുമില്ല. അപ്പം മൈൻഡുമായി റിലേറ്റഡ് ആണ് മാനസാന്തരം, മനസ്സുമായി റിലേറ്റഡ് ആണ് മാനസാന്തരം. മനസ്സിന്റെ 3 തലങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം, അല്ലേ? ബോധമനസ്സ്, അപബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഈ 3 തലങ്ങളിലും ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുകയാണ്, ഭയങ്കര ഒരു മാറ്റം സംഭവിക്കുകയാണ്.
ഹല്ലേലൂയ. നാളുകളായി എന്നെ പേടിപ്പെടുത്തുന്ന, നാളുകളായി എന്നെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്കത് ഭീതി ഉണ്ടാക്കുന്ന പല പഴയ ചിന്തകൾ പോലും എൻ്റെ അകത്തു നിന്ന് വൈപ്പ് ഔട്ട് ആക്കി കളഞ്ഞ, അതായത് എന്നെ തുടച്ച് നീക്കിക്കളയുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം. അപ്പൊ ഈ മാനസാന്തരം പ്രോപ്പറായി നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കുന്നറിയോ? ക്ഷമിക്കുന്ന ഒരു ഹൃദയവും സ്നേഹിക്കുന്ന ഒരു ഹൃദയവും ഉണ്ടാകണം. ക്ഷമിക്കുന്ന ഒരു ഹൃദയവും സ്നേഹിക്കുന്ന ഒരു ഹൃദയവും ഉണ്ടാകണം. അപ്പോൾ മാനസാന്തരത്തിലൂടെ, അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ പ്രൊഡക്റ്റായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്ഷമിക്കാനുള്ള ഒരു അനുഭവം ഉണ്ടാവും, സ്നേഹിക്കാനുള്ള അനുഭവം ഉണ്ടാവും. മനസ്സിലാക്കുന്ന കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. യോഹന്നാൻ 3:16 നമുക്ക് വായിക്കാം. യോഹന്നാൻ 3:16 വാക്യം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു, റിപ്പന്റ് ചെയ്യുന്നവന് സ്നേഹമുണ്ടാവും. എന്ത് സ്നേഹം? തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമാക്കിയ ആ പിതാവിന്റെ മഹാസ്നേഹം. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ നമുക്ക് വെറുക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സാത്താന്യ പ്രവർത്തികളോട് കോംപ്രമൈസ് ചെയ്യാന്നല്ല, അങ്ങനെ ചിന്തിക്കരുത്. ലോകസ്നേഹമല്ല ഈ പറയുന്ന വിഷയം, ലോകസ്നേഹമല്ല. ഹല്ലേലൂയ. സാത്താന്യ പ്രവർത്തികളോട് കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയല്ല ഞാൻ ഈ പറഞ്ഞ സ്നേഹം. സാത്താനും അവന്റെ പ്രവർത്തികളോടും യാതൊരു കോംപ്രമൈസും ഇല്ല. അതിനോട് ഗുഡ് ബൈ പറഞ്ഞവൻ അതിൽ നിന്ന് ഗുഡ് ബൈ പറയാൻ നിനക്ക് ഇടവരണമെങ്കിൽ തന്നെ യഥാർത്ഥ റിപ്പന്റ്, യഥാർത്ഥ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണം. സ്തോത്രം. അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ഒരു സ്നേഹത്തെ പ്രദർശിപ്പിച്ചു കാൽവരി കൊലക്കളത്തിൽ. ഹല്ലേലൂയ. ക്രിസ്തുവിലായവൻ അതിൽ നിറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ചേഞ്ചസ് ഉണ്ടാവും. റോമൻസ് 8-ാം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 8:33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു. കേട്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അയ്യോ ആ പ്രശ്നത്തെ ഞാൻ എങ്ങനെ നേരിടും, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ നേരിടും, എനിക്ക് അതിനോട് ഇന്ന ചെയ്യണം, ഇതിനോട് ഇന്ന ചെയ്യണം. നീ നിശബ്ദനായിരിക്കുക, നീ പ്രതികരിക്കാതിരിക്കുക, പകയും വെറുപ്പും വെച്ചുകൊണ്ട് നീ മുന്നോട്ട് ചുവട് വെക്കാതിരിക്കുക. നിനക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്, ഒരു ലക്ഷ്യം ദൈവം തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീ മുന്നോട്ട് ചലിക്കുക. 37 അതിലൊരു വാക്യമുണ്ട് അല്ലേ, വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന ആര്? കഷ്ടതയോ സങ്കടമോ ഉദരമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. ഇവയ്ക്കൊക്കെ എന്നെ ആ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. 37 മുതൽ 39 വരെയുള്ള വായിച്ചാട്ട്. 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഈ എന്ത് പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങളുടെ മേലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിച്ചെന്ന് കർത്താവിനെ ചേർന്ന് സൂചിച്ചാട്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഇതാ മൈൻഡ് ചേഞ്ചിങ്. എന്റെ മനസ്സ് മാറി. എന്നെ ഒരു ശക്തിക്കും എന്റെ ദൈവത്തിൽ നിന്ന്, എന്റെ യേശുവിൽ നിന്ന് വേർപിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ഹല്ലേലൂയ. ചേർന്നത് കർത്താവിനെ ശക്തി സ്തുതിച്ചാട്ട്. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു സക്കായിയുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഞാനിന്ന് ചർച്ചോട്ട് വരുന്ന വഴിക്ക് വാഹനത്തിലിരുന്ന് എൻ്റെ വീട്ടുകാരോടത് പറഞ്ഞൊരു വിഷയമാണ്. സക്കായിയോട് ഭവനത്തിൽ യേശു ചെന്നു. സക്കായിക്ക് ഒറ്റ ആഗ്രഹമാണ്, യേശുവിനെ ഒന്ന് കണ്ടാ മതി, എനിക്കൊന്ന് കണ്ടാ മതി. അതാണ് സക്കായിയുടെ ആഗ്രഹം. കാണാൻ കൊതിച്ചവന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കർത്താവ് പറയും, വാ ഇറങ്ങി വാ, ഞാൻ നിന്റെ കൂടെ പാർക്കേണ്ടതാകും. അപ്പം ലോകം പറഞ്ഞു, ഇവൻ പാപിയുടെ വീട്ടിൽ പോയി പാർക്കുന്നു. പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി പാർക്കുന്നു.
ലോകം എന്തു പറയും എന്നുള്ളതിനെ സംബന്ധിച്ച് എന്റെ കർത്താവ് എന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല, ശ്രദ്ധ കൊടുത്തില്ല. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ അകത്തും വരേണ്ടത്. ലോകം നിന്നെ എന്തു പറയുന്നു, കൈയടിക്കുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, കൂക്കു വിളിക്കുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ, നിന്ദിക്കുന്നുണ്ടോ, നിനക്ക് വേണ്ടി പല പരിപാടികൾ, നിന്നെ തകർക്കാൻ വേണ്ടി പല പരിപാടികൾ, പല അജണ്ടകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇതൊന്നും എന്റെ വിഷയമല്ല. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട വിഷയമല്ല. കാരണം ഒറ്റ വാക്കുകൊണ്ട് സർവത്തെ ഉണ്ടാക്കിയവൻ എന്റെ അകത്തിരിക്കും. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണ്ടേ? അപ്പം സക്കായുടെ ഭവനത്തിൽ യേശു വന്നു. സക്കായി അടുത്തിരിക്കുകയാണ്. യേശുവിനെ ഉപദേശിച്ചായിട്ടൊന്നും കാണുന്നില്ല. അടുത്തിരുന്നപ്പോൾ അവന് ചേഞ്ചസ് വരിക. കർത്താവെ, ഞാൻ ചതിവായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്, ഇരട്ടി കൊടുക്കുക. എന്റെ വസ്തുവിന്റെ പാകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക. കർത്താവ് പറഞ്ഞു, എടാ ദരിദ്രർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുക. നീ ചതിവായി വാങ്ങിച്ച മുഴുവൻ വിറ്റഴിച്ചോണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ ഏറെ അടുപ്പിക്കത്തില്ല എന്ന് വല്ല പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷേ ഈ പറയുന്ന സക്കായി മാറി. എപ്പോൾ? പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അടിച്ചപ്പോൾ, യേശു ക്രിസ്തുവിന്റെ മഹത്വം വ്യാപരിക്കപ്പെട്ടപ്പോൾ സക്കായി മാറി. അപ്പൊ മാറ്റം ഉപദേശത്തിലല്ല ഉണ്ടാകുന്നത്, മാറ്റം ഉണ്ടാകുന്നത് അവന്റെ സാന്നിധ്യത്തിലാണ്. അവന്റെ സാന്നിധ്യത്തിൽ മാറ്റം വരുമ്പോൾ, അവന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ അകത്ത് ഉപദേശത്തോട് ലഭിക്കുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ പറയും, കർത്താവേ എന്റെ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണേ അപ്പാ, എന്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ തരണേ അപ്പാ. ഇതാണ് യഥാർത്ഥ റിപ്പൻ, യഥാർത്ഥ ഏറ്റുപറച്ച്, യഥാർത്ഥ മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെടുന്നവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ സ്നേഹം വന്ന് വസിക്കും. ആ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്ക്, ഒരു വ്യക്തിക്ക് അവനെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അതിനെന്ന് പറയട്ടെ, ലോകത്തിലെ ഒരു ശക്തിക്ക് യേശു ക്രിസ്തുവിന്റെ എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന്, അല്ലെ എനിക്ക് യേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഒരു ശക്തികൾക്കും എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ, എന്റെ യേശുവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ ബോധ്യമുള്ളവർ മാത്രം കരങ്ങളെ ഉയർത്തി ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ അവസാന ദിവസം, അല്ലെങ്കിൽ അവസാന ഞായറാഴ്ച ഒന്നിച്ചുകൂടിയവർ ഇന്ന് ഒരു രോഗശാന്തിയുടെ, അത്ഭുതത്തിന്റെയും വലിയ വിടുതലിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ കൊതിച്ചെടുത്ത്, പക്ഷേ ഈ മാനസാന്തരത്തിന്റെ പ്രസംഗമാണല്ലോ. യഥാർത്ഥ മാനസാന്തരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത്ഭുതവും അടയാളവും വീര്യപ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. യേശു എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ അടയാളങ്ങളുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കും. അപ്പൊ യേശു ക്രിസ്തുവിൽ നിങ്ങൾ നിറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറേണ്ടത്. അങ്ങനെ നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുമ്പോൾ ഫോർഗീവ്നെസ് ആൻഡ് ലവ്, ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവും. കാരണം അവന്റെ സ്നേഹം അറിഞ്ഞവനെ പിന്നെ വെറുക്കുവാൻ കഴിയത്തില്ല, പിണങ്ങുവാൻ കഴിയത്തില്ല, പഴയത് വെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇടപെടുവാൻ കഴിയത്തില്ല. അതിൽ ഒരിക്കലും ഞാൻ പറയുന്നു, സാത്താന്യ പ്രവർത്തികളോട് കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമല്ല ഞാൻ ഈ പറയുന്നത്, ക്രിസ്തുവിനോടുള്ള സ്നേഹം. അബോധ്യമുള്ളവർക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. വരുമാത കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇന്നത്തെ കർത്താവേ ഈ മെസ്സേജ് മുഖാന്തരമേ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗീയമായ പ്രവർത്തികൾ സകലം നിറയപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.